എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് hskap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ ജില്ലയും നൽകാനുള്ള ഭാഗം കാണാൻ സാധിക്കും. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ളതും എന്നുള്ളതും കാണാൻ സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിലും കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ അലോട്ട്മെന്റ് എന്നും, അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചത് ഏത് സ്കൂളിലാണോ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ കോഴ്സിലേക്കാണോ അങ്ങോട്ടേക്ക് നിങ്ങൾ വീണ്ടും ആ ഒരു സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. അതായത് ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയപ്പോൾ ടെമ്പററി അഡ്മിഷൻ എടുത്തു. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് ലഭിച്ചപ്പോൾ ഇതിന് താഴെയുള്ള ബാക്കി എല്ലാ ഓപ്ഷൻസും ക്യാൻസലായി. അതായത് ആദ്യം ലഭിച്ച ഓപ്ഷൻ ഉൾപ്പെടെ ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് ആയിട്ട് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച ഓപ്ഷൻ ഏതാണോ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഈ ഒരു രീതിയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതാണ്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സ് വേണ്ട, ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച കോഴ്സിലേക്ക് പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും സാധിക്കുന്നതല്ല. കാരണം നിങ്ങൾക്ക് മുൻപ് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീറ്റ് നിലവിൽ നഷ്ടപ്പെട്ടു. ഇനി പുതുതായിട്ട് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂൾ ഏതാണോ ആ ഒരു സ്കൂളിൽ നിർബന്ധമായിട്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാം, അതുപോലെ തന്നെ പെർമനന്റ് അഡ്മിഷനും എടുക്കാൻ സാധിക്കുന്നതാണ്. 1ാമത്തെ ഓപ്ഷൻ ആണ് ലഭിക്കുന്നതെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമുള്ളത്. 2ാമത്തെ ഓപ്ഷനോ അതിനു താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ടെമ്പററി അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതായിരിക്കും. പുതുതായിട്ട് വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിലും നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടോ ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടെങ്കിൽ, അതായത് പുതിയൊരു സ്കൂൾ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സിലേക്ക് മാറ്റം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു സ്കൂളിലാണ് കിട്ടിയത്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ വേറൊരു സ്കൂളിലാണ് കിട്ടിയത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള ഏത് സ്കൂളാണോ അവിടെ പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏത് സ്കൂളിലാണോ അലോട്ട്മെന്റ് കിട്ടിയത് ആ ഒരു സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെന്റ്, അതായത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അതായത് ആദ്യം 5ാമത്തെ ഓപ്ഷൻ കിട്ടി അവിടെ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനന്റോ അഡ്മിഷൻ എടുത്തു. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ എവിടെയും മാറ്റം വന്നിട്ടില്ല. അതായത് ഈ ഒരു 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അവിടെ പോയിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പററി ആയിട്ട് തന്നെ തുടരാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ, കാരണം ഓൾറെഡി നിങ്ങൾ അവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ തുടരാൻ, ടെമ്പററി ആയിട്ട് തുടരാം. ആവശ്യമുള്ളവർക്ക് പെർമനൻ്റ് ആയിട്ടും അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ഈ ഒരു നാളെയും അതുപോലെ തന്നെ മറ്റന്നാളും, അതായത് ഈ ഒരു ജൂൺ 12-ാം തീയതിയും 13-ാം തീയതിക്കുള്ളിലും പോയിട്ട് അഡ്മിഷൻ നിർബന്ധമായിട്ട് നേടേണ്ടതാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കാം അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച്, അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ, അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ടെമ്പററി അഡ്മിഷന് ഫീസൊന്നും നൽകേണ്ടതില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്, അതായത് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 1ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ മാത്രമാണ് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളത്. 2ാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് ലഭിച്ചതെങ്കിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷനും അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് അഡ്മിഷനും നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻ നമ്പറോ അതുപോലെ പാസ്വേഡോ മറന്നുപോയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷൻ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്കത് റിക്കവർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.